സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഒരു വചനം ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 11-ാം വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസം നാം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ് ധ്യാനിക്കുവാനിടയായത്. ഇന്ന് ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം സംഭവിച്ച കാര്യമാണ് ധ്യാനിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് 40 നാൾ വീണ്ടും ഈ ഭൂമിയിലായിരുന്നു. അനേകർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാർക്ക് ശുശ്രൂഷ സംബന്ധിച്ചുള്ള അധികാരവും നിയോഗവും ശക്തിയും അഭിഷേകവും പ്രബോധനങ്ങളും ഉപദേശങ്ങളും നൽകി തൻ്റെ ഭൂമിയിലെ ദൗത്യം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത ചരിത്രമാണ് ഇന്നലെ നാം ധ്യാനിച്ചതെങ്കിൽ, അതിനുശേഷം ഇതാ യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്, അഥവാ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ഒരു പ്രാവ് പറന്നു പോകുന്നത് പോലെ പറന്നുയരുന്നത് ആശ്ചര്യത്തോടെ അഥവാ വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ജനങ്ങളോടായി മാലാഖമാരുടെ സന്ദേശമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുവാനിടയായത്. ഈ മാലാഖമാരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യേശു പോകുമ്പോൾ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു എന്നാണ്. ഈ വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാർ എന്ന് എഴുതിയിരിക്കുന്നത് 2 മാലാഖമാരാണ്. ഈ ദൈവദൂതന്മാർ അറിയിച്ച സന്ദേശം വളരെ പ്രശസ്തമാണ്. ഇത് ഒരു പ്രധാന മുഖ്യ വിഷയമാണ്. അത് കർത്താവിൻ്റെ 2-ാം വരവ് സംബന്ധിച്ചുള്ളതാണ്. യേശുവിൻ്റെ 1-ാം വരവ് സംബന്ധിച്ച് ഒരു മാലാഖയാണ്, അഥവാ ഒരു ദൂതനാണ് പ്രസ്താവിക്കുവാനിടയായത്. അത് സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. മറിയയ്ക്കും അതുപോലെ മറ്റു ചിലർക്കും ഒരു മാലാഖയാണ്, ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ട് 1-ാം വരവ് സംബന്ധിച്ച് പ്രസ്താവിക്കുവാനിടയായത്. അത് അക്ഷരാർത്ഥത്തിൽ 100% യാഥാർത്ഥ്യമായി തീർന്നുവെങ്കിൽ, ഇതാ അതിനേക്കാൾ വളരെ ഉറപ്പുള്ള ഒരു സന്ദേശമാണ് ഇവിടെ 2 ദൂതന്മാർ ഒരുമിച്ച് ചേർന്ന് അറിയിക്കുന്നത്. ഈ 2 മാലാഖമാരുടെ സന്ദേശം, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്നുള്ളതാണ്. യേശുവിൻ്റെ 2-ാം വരവ് സംബന്ധിച്ചാണ് ഈ 2 മാലാഖമാരും അവസാനമായി സ്വർഗാരോഹണം നോക്കിക്കൊണ്ടിരുന്ന ജനങ്ങളോടായി പറയുവാനിടയായത്. യേശുവിൻ്റെ 2-ാം വരവ് ഈ ലോകത്തിൻ്റെ പ്രത്യാശയാണ്. യേശുവിൻ്റെ 1-ാം വരവ് പോലും ഈ ലോകത്തിൻ്റെ പ്രത്യാശയായിരുന്നു. കാരണം മാനവരാശിയെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ
ഭൂമിയിൽ പിറക്കുമെന്നുള്ള പ്രത്യാശ. അത് 2023 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. ഇനി മാനവരാശിയുടെ ഏക പ്രത്യാശ ആ കർത്താവിൻ്റെ രണ്ടാം വരവാണ്. ഒന്നാം വരവ് മാനവരാശിയെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി, പാപ പരിഹാര ബലി അർപ്പിക്കാനായിരുന്നുവെങ്കിൽ രണ്ടാം വരവ് മാനവരാശിയുടെ ന്യായവിധിക്കായിട്ടാണ്. അതെ, ക്രിസ്തുവിൽ അഥവാ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി അഥവാ ന്യായവിധിയില്ല. എന്നാൽ ക്രിസ്തുവിൽ അഥവാ ദൈവപുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട് എന്ന് വചനം പറയുന്നു. ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകാൻ ഒരേ ഒരു മാർഗം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു.